ശ്രീഗുരുഭ്യോ നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എല്ലാ ധന്യാത്മാക്കൾക്കും സാദര നമസ്കാരം. കർക്കിടകമാസ രാമായണ പാരായണത്തിൻ്റെ 15-ാം ദിനമാണല്ലോ ഇന്ന്. ഇന്നത്തെ പാരായണം തുടങ്ങുന്നത് കിഷ്കിന്ധാകാന്ഡം ആദ്യം മുതൽ അതിൽ 452-ാമത്തെ വരി വരെയാണ്. രാമായണത്തിലെ ആരണ്യകാന്ഡം പാടി അല്പം വിശ്രമിച്ച കിളിപ്പൈതലിനെ എഴുത്തച്ഛൻ വളരെ വാത്സല്യത്തോടെ കിഷ്കിന്ധാകാന്ഡം പാടുവാനായി വിളിച്ചു. മനോഹരങ്ങളായ പദങ്ങളെ കൊണ്ട് കിളിപ്പൈതൽ തൻ്റെ പാട്ട് തുടരുന്നു. മഹാദേവൻ പാർവതിയോട് അരുളി ചെയ്തു. രാമലക്ഷ്മണന്മാർ മനോഹരമായ പമ്പാതീരത്തെത്തി. അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ആശ്ചര്യഭരിതരായി അവർ സജ്ജനങ്ങളുടെ മനസ്സ് പോലെ നിർമ്മലമായ പമ്പാ സരസിലെ ജലം കുടിച്ച് ദാഹം തീർത്തു. വിരഹ ദുഃഖത്തോടെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ മുനിവേഷധാരികളും ആയുധം ധരിച്ചവരുമായ 2 പരാക്രമികൾ നടന്നടുക്കുന്നത് കണ്ട് സുഗ്രീവൻ ഭയപ്പെട്ട് ഹനുമാനോട് പറഞ്ഞു, നോക്കൂ, 2 ധൈര്യശാലികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ വധിക്കാൻ ജ്യേഷ്ഠൻ പറഞ്ഞയച്ചവരായിരിക്കുമോ? അങ്ങ് ഒരു ബ്രഹ്മചാരി വേഷത്തിൽ പോയി അവരുടെ ആഗമനോദ്ദേശം എന്താണെന്ന് ആംഗ്യത്തിലൂടെ എന്നെ അറിയിക്കൂ. ഹനുമാൻ ബ്രഹ്മചാരി വേഷത്തിൽ രാമലക്ഷ്മണന്മാരെ പോയി നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, സിംഹപരാക്രമികളും സുന്ദരന്മാരും സൂര്യന്മാരെ പോലെ തേജസ്സുള്ളവരുമായ നിങ്ങൾ ആരാണ്? ലോകത്തിൻ്റെ കാരണഭൂതന്മാരോ എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി വിളങ്ങുന്ന നരനാരായണന്മാരോ? ഇത് കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നോക്കൂ, ഈ ബ്രഹ്മചാരി പറയുന്ന വാക്കുകളിൽ യാതൊരു അപശബ്ദവുമില്ല. വ്യാകരണശാസ്ത്രം മുഴുവൻ ഇവന് ഹൃദിസ്ഥമാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഹനുമാന്റെ ചോദ്യത്തിന് വിശദമായി ഉത്തരം പറഞ്ഞു. ഇനി അങ്ങ് ആരാണെന്ന് പറയൂ. ബ്രഹ്മചാരി പറഞ്ഞു, വാനര യുവരാജാവായ സുഗ്രീവൻ. ഞങ്ങൾ 4 മന്ത്രിമാർക്കൊപ്പം ഈ പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. സുഗ്രീവൻ്റെ ജ്യേഷ്ഠൻ വാനര രാജാവായ ബാലിയാണ്. ബാലി അനുജനെ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു. ശാപം മൂലം ബാലിക്ക് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വരാൻ സാധിക്കില്ല. ഞാൻ വായുപുത്രനായ ഹനുമാനാണ്. അഞ്ജന എന്നാണ് എൻ്റെ അമ്മയുടെ നാമം. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ സുഗ്രീവൻ്റെ സമീപത്തേക്ക് പോകാം. സീതാന്വേഷണത്തിന് അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അപ്പോൾ രാമൻ ശബരി പറഞ്ഞ വാക്കുകൾ ഓർത്ത് അനുവാദം കൊടുത്തു. ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് രാമലക്ഷ്മണന്മാരെ ചുമലിലേറ്റി പർവ്വത മുകളിലെത്തിച്ചു. സുഗ്രീവനോട് പറഞ്ഞു, അങ്ങനെ പേടിക്കണ്ട. അഗ്നിയെ സാക്ഷിയാക്കി രാമനുമായി സഖ്യം ചെയ്താൽ 2 പേരുടെയും കാര്യം സാധിക്കും. സുഗ്രീവന് സന്തോഷമായി. ഇതിനകം ലക്ഷ്മണൻ തങ്ങൾ വനവാസത്തിന് വന്നതും സീതാപഹരണം നടന്നതും സുഗ്രീവനെ കേൾപ്പിച്ചു. ഇരുവരുടെയും രാജ്യം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഭാര്യയും നഷ്ടപ്പെട്ടിരിക്കുന്നു. തുല്യ ദുഃഖിതർ. ഉടൻ തന്നെ സുഗ്രീവൻ പറഞ്ഞു, ഞാൻ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് ശത്രുവധത്തിനായി അങ്ങയെ സഹായിക്കാം. രാമ, കുറച്ചു ദിവസം മുമ്പ് ഞാൻ മന്ത്രിമാരോടൊന്നിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ ആകാശമാർഗത്തിലൂടെ അപഹരിച്ചുകൊണ്ട് പോകുന്നതായി കണ്ടു. രാമ രാമ എന്ന് ആ സ്ത്രീ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ
ഉത്തരീയത്തിൻ്റെ ഒരു വശം കീറി ആഭരണങ്ങൾ അതിൽ പൊതിഞ്ഞു കെട്ടി താഴേക്കിട്ടു. ആ ആഭരണക്കെട്ട് സുഗ്രീവൻ രാമന് കാട്ടിക്കൊടുത്തു. അത് കണ്ട രാമൻ അയ്യോ സീതേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി. സുഗ്രീവൻ രാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു, യുദ്ധത്തിൽ രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് അങ്ങേക്ക് സമർപ്പിക്കും. അനന്തരം ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നി സാക്ഷിയായി രാമനും സുഗ്രീവനും സഖ്യം ചെയ്തു. പിന്നീട് സുഗ്രീവൻ തൻ്റെ കഥ രാമനോട് പറഞ്ഞു. മയൻ്റെ പുത്രനും അഹങ്കാരിയുമായ മായാവി എന്ന അസുരൻ കിഷ്കിന്ധ നഗരിയുടെ ഗോപുരവാതിക്കൽ വന്ന് ബാലിയെ വെല്ലുവിളിച്ചു. ബാലി പാഞ്ഞു ചെന്ന് അസുരൻ്റെ മാറിൽ പ്രഹരിച്ചു. ഇടിയേറ്റ അസുരൻ ജീവനും കൊണ്ട് ഓടി. ബാലി അവനെ പിന്തുടർന്നു. ഞാനും പിറകെ പോയി. മായാവി കുറേ ദൂരം ഓടിയതിന് ശേഷം ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ബാലി എന്നോട് പറഞ്ഞു, നീ പുറത്തു നിൽക്കൂ, ഞാൻ ഗുഹയിൽ കയറി അവൻ്റെ കഥ കഴിച്ചു വരാം. ഗുഹയിൽ നിന്ന് പാല് വരികയാണെങ്കിൽ അസുരൻ മരിച്ചെന്ന് കരുതുക. ചോര വരികയാണെങ്കിൽ ഗുഹാദ്വാരം അടച്ച് ഭദ്രമായി നീ തിരിച്ചു പോയിക്കൊള്ളുക. 1 മാസം കഴിഞ്ഞപ്പോൾ ഗുഹയിൽ നിന്ന് ചോരയൊഴുകി വരുന്നത് കണ്ട് ഞാൻ ദുഃഖത്തോടെ വലിയൊരു കല്ലുകൊണ്ട് ഗുഹാദ്വാരമടച്ച് കിഷ്കിന്ധയിലേക്ക് പോയി. ബാലി കൊല്ലപ്പെട്ട കാര്യം ഞാൻ വാനരന്മാരോട് പറഞ്ഞു. എനിക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും അവർ എന്നെ നിർബന്ധിച്ച് രാജാവായി അഭിഷേകം ചെയ്യിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബാലി മടങ്ങി വന്നു. ഗുഹാദ്വാരം അടച്ചതിന് കഠിനമായി അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. മരണഭീതിയോടെ ഞാൻ ഇവിടേക്ക് പാഞ്ഞു. ഇവിടെ ബാലിക്ക് വരാൻ പറ്റില്ല. ഞാൻ കിഷ്കിന്ധ വിട്ടതോടെ എൻ്റെ പത്നിയെ ബാലി ബലമായി അടക്കി വച്ചിരിക്കുന്നു. നാടും ഭാര്യയും നഷ്ടപ്പെട്ട ഞാൻ അത്യന്തം ദുഃഖിതനായിരുന്നു. അങ്ങയെ കണ്ടപ്പോൾ മുതൽ ആശ്വാസം തോന്നുന്നുണ്ട്. ഉടൻ രാമൻ തൻ്റെ സ്നേഹിതൻ്റെ ദുഃഖത്തിൽ മനസ്സ് നൊന്തുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ശത്രുവും ഭാര്യയെ അപഹരിച്ചവനുമായ ബാലിയെ ഞാൻ കൊല്ലും. സുഗ്രീവൻ പറഞ്ഞു, സീതാപതേ, ബാലിയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശക്തിയെപ്പറ്റി ഞാൻ പറയാം. ഒരിക്കൽ ശക്തന്മാരോട് എതിർക്കുന്നത് വിനോദമാക്കി മാറ്റിയ മയൻ്റെ മറ്റൊരു പുത്രൻ ദുന്ദുഭി പോത്തിൻ്റെ രൂപം പൂണ്ട് അട്ടഹസിച്ചുകൊണ്ട് ബാലിയെ പോരിന് വിളിച്ചു. ശക്തന്മാരിൽ മുമ്പനായ ബാലി അവൻ്റെ ദേഹത്തിൽ ചവിട്ടി നിന്ന് തല പറിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ തല ചെന്ന് വീണത് മതംഗ മഹർഷിയുടെ ആശ്രമ പരിസരത്തായിരുന്നു. ആശ്രമം അശുദ്ധമാക്കിയ ബാലി ഇനിമേൽ ഇവിടെ വരികയാണെങ്കിൽ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് മഹർഷി ശപിച്ചു. രാമ, അന്ന് വലിച്ചെറിഞ്ഞ ആ തലയിതാ പർവ്വതം പോലെ കിടക്കുന്നു. അതെടുത്തെറിയാൻ കഴിയുന്നവർക്ക് ബാലിയെ കൊല്ലാൻ സാധിക്കും. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ തല തോണ്ടി 10 യോജന ദൂരേക്കെറിഞ്ഞു. സുഗ്രീവൻ രാമനെ അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, വട്ടത്തിൽ നിൽക്കുന്ന 7 കരിമ്പനകൾ കണ്ടില്ലേ? അവ മൽപ്പിടുത്തത്തിന് വേണ്ടി ബാലി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഒരു ശരം കൊണ്ട് അവ 7ഉം പിളർക്കാൻ കഴിഞ്ഞാൽ ബാലിയെ കൊല്ലാൻ സാധിക്കും. ഉടനെ തന്നെ രാമൻ തൻ്റെ വില്ലിൽ ബാണം തൊടുത്തുവിട്ടു. വട്ടത്തിൽ നിന്നിരുന്ന 7 സാലവൃക്ഷങ്ങളും അതാ നിലം പതിച്ചു. ഇത് കണ്ട് പരവശനായ സുഗ്രീവൻ രാമനെ നാരായണനെന്നറിഞ്ഞ് സ്തുതിച്ചു. ലോകനാഥ, മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചത്. സംസാര നിവൃത്തിക്ക് വേണ്ടിയാണ് മഹാത്മാക്കൾ അങ്ങയെ ഭജിക്കുന്നത്. എന്നാൽ നിസ്സാരമായ ഭാര്യ, പുത്ര, ധനം, രാജ്യം എന്നിവയ്ക്കായി ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മണ്ണിനു വേണ്ടി ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയ അനുഭവമാണ് എനിക്കിപ്പോൾ. അജ്ഞാനത്തിൽ നിന്നുണ്ടായ സംസാരബന്ധം അങ്ങയുടെ ദർശനത്താൽ അറ്റുപോയി. രാമ രാമ എന്ന മധുരനാമം പാപികൾ പോലും ഉച്ചരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പാടെ നശിക്കും. അങ്ങുമായുള്ള അല്പസമയത്തെ ബന്ധം കൊണ്ട് എനിക്ക് സമഭാവനയുണ്ടായി. ഭഗവാനെ, അവിടുത്തെ മായ എന്നിൽ നിന്ന് അകറ്റിത്തരണം. മനസ്സെപ്പോഴും അങ്ങയുടെ ചരണങ്ങളിൽ ദൃഢമായി ഉറയ്ക്കണമേ. എൻ്റെ കൈകൾ കൊണ്ട് അവിടുത്തെ ഭക്തന്മാരെ സേവിക്കുമാറാകണേ. എൻ്റെ ശരീരം കൊണ്ട് അവിടുത്തെ ദിവ്യസ്പർശം അനുഭവിക്കുമാറാകണേ. എൻ്റെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും അവിടുത്തെ രൂപത്തെയും ഭക്തന്മാരെയും കാണുമാറായിത്തീരണേ. എൻ്റെ കാതുകൾ എപ്പോഴും അങ്ങയുടെ കഥകൾ കേൾക്കുന്നവയായിത്തീരണേ. എൻ്റെ കാലുകൾ അവിടുത്തെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തുന്നവയാകണമേ. എൻ്റെ ഓരോ അംഗങ്ങളും അവിടുത്തെ പാദതീർത്ഥത്താൽ പവിത്രമാകണമേ. എൻ്റെ ശിരസ് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ
നമിക്കുന്നതായിത്തീരണമേ. നോക്കൂ സുഗ്രീവൻ്റെ പ്രാർത്ഥന. ഇപ്രകാരം നമ്മുടെ സകല പ്രവൃത്തികളും ഭഗവാന്റെ ആരാധനയായി തീരാൻ ഓരോ ഭക്തന്മാർക്കും കഴിയുമാറാകട്ടെ. ഭക്തി കൊണ്ട് വിരക്തനായ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു, നമ്മൾ പരസ്പരം സഖ്യം ചെയ്തു പോയി. അങ്ങ് ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. ബാലിയെ വധിച്ച് അങ്ങയെ കിഷ്കിന്ധ രാജാവായി വാഴിക്കുന്നുണ്ട്. ഉടനെ തന്നെ സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ പോരിന് വിളിച്ചു. വളരെ നാൾ കൊണ്ട് സുഗ്രീവനെ വധിക്കാൻ ബാലി തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബാലി കോപിച്ച് പാഞ്ഞെത്തി. അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു. രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവർ തമ്മിലുള്ള യുദ്ധത്തിൽ ബാലി ഏത് സുഗ്രീവൻ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ രാമൻ ശരം പ്രയോഗിച്ചില്ല. സുഗ്രീവൻ ബാലിയോട് തോറ്റ് പർവ്വത മുകളിലേക്ക് ഓടിക്കയറി. പരിഭവത്തോടെ രാമനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ശത്രുവായ ബാലിയെ കൊണ്ട് എന്നെ കൊല്ലിക്കുന്നത്? വേണമെങ്കിൽ അങ്ങ് തന്നെ എന്നെ കൊന്നുകൊള്ളൂ. രാമൻ സങ്കടത്തോടെ പറഞ്ഞു, സുഗ്രീവ, പ്രിയമിത്രമേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഛായയാണ്. എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒരുപക്ഷേ അങ്ങേക്ക് ശരമേറ്റെങ്കിലോ എന്ന് ശങ്കിച്ചാണ് ഞാൻ ശരം പ്രയോഗിക്കാതിരുന്നത്. തിരിച്ചറിയാനായി അങ്ങേക്ക് ഒരു അടയാളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങയുടെ ശത്രു ഉടനെ വധിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു മനോഹരമായ മാല്യം അണിയിച്ച് യുദ്ധത്തിനായി പറഞ്ഞയച്ചു. നോക്കൂ, ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നിട്ടുള്ളത് സഹോദരന്മാർ തമ്മിലാണ്. മഹാഭാരത യുദ്ധം സഹോദരങ്ങൾ തമ്മിലായിരുന്നു. ഇപ്പോൾ ബാലി സുഗ്രീവ യുദ്ധം സഹോദരങ്ങൾ തമ്മിൽ നടക്കുന്നു. സഹോദരങ്ങൾ സ്വാർത്ഥമതികളായി തീരുമ്പോൾ ഉണ്ടാകുന്ന വിപത്താണ് യുദ്ധം. അതിപ്പോഴും തുടരുന്നു. ഹരേ രാമ. ലോകശാന്തിക്കും നന്മയ്ക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പാരായണ സംഗ്രഹം ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും രാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.